ഗൗരിയുടെ കുഞ്ഞിനെ കൊന്നതാണെന്നോ? നാട്ടുകാരിൽ ഒരാൾ വീണ്ടും ചോദിച്ചു. അതെ, ഞാൻ അതിന് സാക്ഷി. അതും പറഞ്ഞുകൊണ്ട് ഭാനു അന്ന് നടന്ന സംഭവങ്ങളും അതിനുശേഷം സോമൻ അവളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്ന് വിടാതെ തന്നെ നാട്ടുകാരോട് വിശദമായി തന്നെ പറഞ്ഞുകൊടുത്തു. ഭാനു പറഞ്ഞതൊക്കെ കേട്ട് നാട്ടുകാർ പകപ്പോടെ പരസ്പരം നോക്കിപ്പോയി. ഇവരോടൊപ്പം ചേർന്ന് എന്നോടും എന്റെ മകളോടും അത്രയും ക്രൂരത കാട്ടാൻ കൂട്ടുന്ന ഈ സ്ത്രീയുടെ മരണത്തിൽ ഇവളുടെ ഭാവി കളഞ്ഞിട്ട് ഞാനും എന്റെ മകളും നിൽക്കണോ? ഭാനു നാട്ടുകാരെ നോക്കി അലറിക്കൊണ്ട് ചോദിച്ചു. എടി, തങ്ങളെ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അപമാനിച്ചതിന് ദേഷ്യം കൊണ്ട് ഭാർഗവൻ ഭാനുവിനെ തല്ലാൻ വന്നു. എന്നാൽ അതിനു മുന്നേ ഭാനുവിന്റെ കൈകൾ ഭാർഗവന്റെ ചെകിടത്ത് വീണു കഴിഞ്ഞിരുന്നു. ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടി. ഭാർഗവന് വിശ്വസിക്കാൻ സാധിക്കാതെ നിന്നു. ഇനി മേലെ നീയോ നിന്റെ ഭാര്യയോ മകനോ എന്റെയോ എന്റെ മകളുടെ ജീവിതത്തിൽ ഇടപെടാൻ വന്നാൽ വെട്ടിക്കൊന്നുകളയുമിട നായെ. ഭാനു അലറി. തളർന്നു നിന്ന ഭാനുവിനെ ഇരുവശങ്ങളിൽ നിന്ന് ചന്തുവും ജിത്തുവും താങ്ങി പിടിച്ചു. അമ്മ, നടക്ക്, പോവാ, ചന്തു ഭാർഗവനെ നോക്കി പറഞ്ഞു. ജിത്തുവും ചന്തുവും ഭാനുവിനെ കൂട്ടി കറുത്ത അംബാസിഡറിൽ കയറി. നളിനി ഫ്രണ്ട് സീറ്റിലിരുന്നു. ചന്തു ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാർ എടുത്തു പോയി. വാമനൂർ തറവാട്ടിലെത്തിയ ഭാനു തന്റെ മുറിക്കുള്ളിൽ പോകുമ്പോഴാണ് ഓമന പറഞ്ഞത് കേട്ടത്. എന്തൊക്കെ പറഞ്ഞാലും ഇന്ന് ഭാനു കാണിച്ചത് വളരെ മോശമായി പോയി. അത്രയും നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തിയില്ലേ? ഒന്നുമില്ലെങ്കിൽ സ്വന്തം അമ്മയും അച്ഛനും അല്ലേ? ഭാനു ചെന്ന് ഓമനയുടെ മുന്നിൽ ചെന്ന് നിന്നു. ഓമന ചെറുപേടിയോടെ ഭാനുവിനെ നോക്കി. 10 പുത്തൻ കാശ് നിന്റെ കൈ വന്നപ്പോൾ ജനിപ്പിച്ച എല്ലാ സൗകര്യങ്ങളോടും കൂടി രാജകുമാരിയായി നോക്കിയ സ്വന്തം തന്തയും തള്ളയുമായി സകല ബന്ധം ഉപേക്ഷിച്ച നീയാണോടി എന്നെ ചോദ്യം ചെയ്യാൻ വരുന്നത്? ഓമനയ്ക്ക് മുഖത്തടിച്ച പോലെയായത്. അവരോട് പറഞ്ഞത് തന്നെ എനിക്ക് നിന്നോടും പറയാനുള്ളൂ. കർമ്മഫലം. ചെയ്ത കർമ്മങ്ങൾക്കൊക്കെ അതിന്റെ ഫലം അനുഭവിച്ചിട്ട് ഇവിടുന്ന് നീ ചത്തുപോകും. ഇന്ന് നീ നിന്റെ അമ്മയോടും അച്ഛനോട് കാട്ടിയതുപോലെ നാളെ നിന്റെ മക്കളും നിന്നോട് കാണിക്കും. അവരും കല്യാണം കഴിച്ച് കോടീശ്വരന്മാരുടെ ഭാര്യയാവാൻ പോവുമല്ലേ? നാളെ അവർക്ക് നിന്നെ കുറച്ചിലായി തോന്നിയാലോ? ഭാനു ഓമനെ പരിഹസിച്ച് അവിടെ നിന്നും പോയി. ചന്തു ഓമനയുടെ മുന്നിൽ വന്നു നിന്നു. നോക്കിയും കണ്ടും വേണം ഇനി എന്റെ അമ്മയുടെ അടുത്ത് പോവാൻ. മനസ്സാകെ പിടിവിട്ട് നിൽക്കുന്ന സമയം. ഒരൊറ്റ വെട്ടിന് കഴുത്തറുത്തുനിന്ന് വരും. വെറുതെ പോയി ചോദിച്ചു വാങ്ങാൻ നിൽക്കണ്ട. ഓമനെ നോക്കി പുച്ഛത്തോടെ ചന്തു പറഞ്ഞു. ദിവസങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരു ദിവസം വൈകുന്നേരം ദേഷ്യത്തോടെ ഓമനെ അലറി വിളിച്ചു വരുന്ന ഹരി. ഞാൻ ചത്തിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. നിങ്ങൾ എന്തിനെങ്ങനെ അലറി വിളിക്കുന്നേ? നീയോ മകളോ ഏതെങ്കിലും പേപ്പറിൽ ശ്രീധരന് ഞാൻ അറിയാതെ ഒപ്പിട്ട് കൊടുത്തിരുന്നു? അത് കേട്ട് പുച്ഛിച്ച് പരിഹാസത്തോടെ ഓമന പറഞ്ഞു. അതെന്തിനാ നിങ്ങൾ അറിയുന്നത്? ചോദിച്ചൊരു ഉത്തരം പറയടി. അതെ, ഒപ്പിട്ട് കൊടുത്തു. നിങ്ങൾ പിന്നെ എന്താ വിചാരിച്ചത്? നിങ്ങൾ അങ്ങനെ പാർട്ണർഷിപ്പ് നിർത്താമെന്ന് പറഞ്ഞ ഞാൻ അങ്ങനെ കൈയും കെട്ടി നോക്കി നിൽക്കുമെന്നോ? ഇത് ഞാനും മക്കളും അറിഞ്ഞുകൊണ്ട് ചെയ്തതാ. ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇനി വേറെ വഴിയില്ലാതെ എന്റെ ഏട്ടനോടൊപ്പം പാർട്ണർഷിപ്പ് ചെയ്തല്ലേ പറ്റൂ. ഇപ്പൊ മനസ്സിലായോ ഈ ഓമന ആരാണെന്ന്? എടി, ഹരി അലറി വിളിച്ചുകൊണ്ട് ഓമനയുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചു. ഓമന നിലത്തേക്ക് വീണു. ഓമനയുടെ നിലവിളി കേട്ടാണ് താഴെ നിന്ന് ചന്തു ഓടിയെത്തിയത്. ഭാനു നളിനിയും അവിടെ കണ്ട കാഴ്ച കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. ഓമനയുടെ മുടിക്കുത്തിരി പിടിച്ച് ആഞ്ഞടിക്കുന്ന ഹരി. ഹരിയുടെ അടി താങ്ങാനാവാതെ അലറിക്കരയുന്ന ഓമന. ഓമനയുടെ മുഖത്ത് പാടുകൾ കൊണ്ട് നിറഞ്ഞു. ചുണ്ടുപൊട്ടി ചോര വരാൻ തുടങ്ങി. ഇനിയും മകനെ തടഞ്ഞില്ലെങ്കിൽ ഓമനയുടെ മരണം തന്റെ മകന്റെ കൈകൊണ്ടാവുമെന്ന് മനസ്സിലാക്കിയ നളിനി ഹരിയെ പിടിച്ചു മാറ്റി. ഹരി, എന്തിനാ ഇവളെങ്ങനെ തല്ലിക്കൊല്ലുന്നേ? നളിനി കാര്യമറിയാതെ ചോദിച്ചു. അടികൊണ്ട് തളർന്ന ഓമന പതിയെ എങ്ങനെയോ പിടിച്ചെഴുന്നേപ്പിച്ച് ചുവരിൽ താങ്ങി നിന്നു. അമ്മയ്ക്കറിയോ ഈ മൂദേവി അവളുടെ മക്കളും എന്താ എന്നോട് ചെയ്തതെന്ന്? ഞാൻ അറിയാതെ കമ്പനികളുടെ ഷെയറും ഞാൻ ഇത്രകാലം കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ സകല സ്വത്തുക്കളും അവളും അവളുടെ മക്കളും എല്ലാം ശ്രീധരന്റെ പേരിൽ എഴുതി കൊടുത്തിരിക്കുന്നു. ഹരി പറഞ്ഞത് കേട്ട് ഓമന വിശ്വസിക്കാൻ സാധിക്കാതെ തറഞ്ഞു നിന്നു. അത് കേട്ട് ബാക്കിയുള്ളവരും ഞെട്ടി. നളിനി ചന്തുവിനെ നോക്കി. ചന്തു തിരിച്ച് നളിനിയെ. ദേ, നിങ്ങൾ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ ഏട്ടന് നിങ്ങളുടെ സ്വത്തുക്കളൊന്നും വേണ്ട. അവർക്ക് നിങ്ങളെക്കാൾ 4 ഇരട്ടി സ്വത്തുക്കളുണ്ട്. ഓമന കിതപ്പോടെ പറഞ്ഞു കഴിഞ്ഞതും അവരുടെ കവളിൽ അടുത്ത അടി വീണ് കഴിഞ്ഞു. എടി, കൂടെ നിന്ന് എന്നെ ചതിച്ചിട്ട് ഇപ്പൊ ഏട്ടൻ പുരാണം പറയുന്നോടി. എന്റെ സ്വത്തുക്കളും കമ്പനി അവൻ തട്ടിയെടുത്തില്ലെങ്കിൽ പിന്നെ എവിടെ പോയിട്ട് നിന്റെ ഏട്ടൻ? വിളിക്കടി അവനെ, വിളിച്ചിവിടെ വരാൻ പറ. ഹരി, ശ്രീധരനും ഇവളും കൂടി എന്താ ചെയ്തത്? നളിനി ചോദിച്ചു. ഇന്ന് പതിവില്ലാതെ ഓഫീസിൽ കമ്പനിയെ ഇൻവെസ്റ്റ് ചെയ്തവർ വിളിക്കുന്നു. എന്റെ കമ്പനികളുടെ ഷെയറുകൾ ഞാൻ ശ്രീധരന് കൊടുത്തതിനെ പറ്റി അറിയാം. അവരെന്നോട് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവരുടെയൊക്കെ മെയിൽ വന്നിരിക്കുന്നു. എന്റെ സ്വത്തുക്കളും കമ്പനിയിലെ ഷെയറും കൂടെ കമ്പനിയിൽ ശ്രീധരൻ വരുത്തിവെച്ച എല്ലാ ബാധ്യതകളും ഞാൻ ഏറ്റെടുത്തുവെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഉടമ്പടി. അത് ഞാനും ഇവളും മക്കളും ഒപ്പിട്ടിരിക്കുന്ന പേപ്പറിന്റെ സോഫ്റ്റ് കോപ്പി അടക്കം അവരെനിക്ക് അയച്ചു തന്നിരിക്കുന്നു. ഞാൻ കുറെ പ്രാവശ്യം അവനെ വിളിച്ചു നോക്കി. അവന്റെ വീട്ടിൽ പോയി നോക്കി. അവനെ അവിടെ ഒന്നും കാണാനില്ല. പിന്നെ തോന്നി ഞാൻ എന്തിനാ അവനെ അന്വേഷിച്ച് നടക്കുന്നത്? ഞാൻ അറിയാതെ എന്റെ ഒപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഇവൾ ഒറ്റ ഒരുത്തിയാണ്. അത് ഇവളുടെ വായിൽ നിന്ന് തന്നെ ഞാൻ കേട്ടു. പറയടി, നീ കൂടി ചേർന്നിട്ടല്ലേ ഇതൊക്കെ നടന്നത്? എവിടെയടി നിന്റെ ഏട്ടൻ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്ത് 10 വർഷത്തേക്കുള്ള നിങ്ങളുടെ പാർട്ണർഷിപ്പ് പുതുക്കുന്ന എഗ്രിമെന്റിലാണ്. അല്ലാതെ സ്വത്തോ ഷെയറോ ഒന്നും എഴുതി കൊടുത്തിട്ടില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഏട്ടനെ തലയാക്കാൻ നോക്കണ്ട. എന്റെ ഏട്ടൻ എന്നെ ചതിക്കില്ല. അടുത്ത നിമിഷം ഹരി ഓമനയുടെ കഴുത്ത് പിടിച്ച് ചുമലിലേക്ക് ചേർത്തു.
ഓമന ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടി കണ്ണുകൾ തുറച്ചു വന്നു. എന്റെ അമ്മയും അച്ഛനും കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ആ സ്വത്തുക്കൾ. പിന്നെ എന്റെ വിയർപ്പിന്റെ അധ്വാനം. പണത്തിനോട് ആർത്തി കൂടി നീ എന്റെ പെൺമക്കളും എന്നെ ചതിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, ശ്രീധരനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ പിന്നെ നിന്റെ ജീവിതം എങ്ങനെയാവണമെന്ന് ഞാൻ തീരുമാനിക്കും. കേട്ടോടി. അതും പറഞ്ഞ് ഹരി ഓമനയുടെ കഴുത്തിലെ പിടിവിട്ട് പുറത്തേക്ക് കാറ്റുപോലെ പോയി. എന്ത് വിശ്വാസത്തില ഓമനെ നീയും മക്കളും ഒപ്പിട്ട് കൊടുത്തത്? താഴെ വീണ് ശ്വാസം എടുക്കാൻ പാടുപെടുന്ന ഓമനെ പിടിച്ചെഴുന്നേപ്പിച്ചുകൊണ്ട് ഭാനു ചോദിച്ചു. എന്റെ കൂടപ്പിറപ്പ എന്നെ ചതിക്കില്ല. അത് കേട്ട് നളിനി ഒന്ന് പുച്ഛിച്ചു. ഇതേ കൂടപ്പിറപ്പ് തന്നെയാ വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സഹോദരനെ അച്ഛനെയും ചതിച്ചുകൊണ്ട് സ്വർണവും സ്ഥലത്തിന്റെ ആധാരവും മോഷ്ടിച്ചുകൊണ്ട് പോയത്. അവരോട് കാണിക്കാത്ത ആത്മാർത്ഥത എന്തിന്റെ പേരിലാ നിന്നോടവൻ കാണിക്കാൻ പോകുന്നേ? നളിനിയുടെ വാക്കുകൾ ഓമനയുടെ നെഞ്ചിൽ കൊണ്ടു. അവരൊന്ന് ഞെട്ടി. ആ നിമിഷം മുതൽ അവരുടെ മനസ്സിൽ പേടി കടന്നുകൂടി. നളിനി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഓമന എന്തോ ആലോചിച്ചുകൊണ്ട് വേഗം എഴുന്നേറ്റ് തന്റെ മുറിയിലേക്ക് പോയി. അച്ഛമ്മേ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് നിന്റെ തോന്നൽ സത്യം തന്നെയാണ് ചന്തു. ഇതേ സത്യത്തെയാണ് കുറച്ചു നാളെ ഞാൻ ഭയത്തോടെ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഹരിയേട്ടന്റെ സ്വത്തും കമ്പനികളും അത് നഷ്ടപ്പെട്ടോ? ഭാനു നളിനിയോട് ചോദിച്ചു. എനിക്ക് ഹരിയെക്കുറിച്ച് ഓർത്താണ് പേടി. അവൻ ഇതെങ്ങനെ താങ്ങുമെന്ന് എനിക്കറിയില്ല. ഓമനയുടെ അവളുടെ പെൺമക്കളുടെയും പ്രവൃത്തി കൊണ്ട് അനുഭവിക്കുന്ന എന്റെ മകനാണ് എന്ന് ഓർക്കുമ്പോൾ മാത്രമാണ് എന്നെ തളർത്തുന്നത്. ഇനി വരാനുള്ളതിനൊക്കെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാനേ കഴിയൂ. നളിനി ഒന്ന് നെടുവേർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. അവർ തന്റെ ചാരുകസരി ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. ചന്തു ഭാനുവിനെ നോക്കി. ഇനി വരാൻ പോകുന്ന നഷ്ടങ്ങളുടെ കണക്കുകളെക്കുറിച്ച് ചന്തുവിന് നല്ല ബോധ്യമുണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷക്കാലം മറ്റുള്ളവരെ ഒരു മനസാക്ഷിയില്ലാതെ ഉപദ്രവിച്ചതിനൊക്കെ ഈ നിമിഷം തൊട്ട് അവർ അനുഭവിക്കാൻ തുടങ്ങുവാണ്. ഏറ്റവും കഷ്ടത അനുഭവിക്കാൻ പോകുന്നത് ഈ നിമിഷ നേരത്തിലാണ്. ഒരു പടുകുഴിയിലേക്ക് അവർ വീഴാൻ പോകുന്നത്. അതിന്റെ ആഴം എത്രത്തോളം ആണെന്ന് അറിയാതെ ചന്തു മനസ്സിൽ പലതും കുറിച്ചിട്ടു. ഇതേ സമയം ഓമന തന്റെ മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ഫോണിൽ ശ്രീധരനെ വിളിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. വിളിക്കുമ്പോഴൊക്കെ പരിധിക്ക് പുറത്താണ് എന്ന പ്രതികരണം മാത്രമേ ഓമനയ്ക്ക് കിട്ടിയുള്ളൂ. സുജാതയെ വിളിച്ചു നോക്കി. ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ്. മിനിയെ വിളിച്ചു നോക്കി. ഫോൺ എടുക്കുന്നില്ല. സോമനയെ ആദ്യം വിളിച്ചപ്പോൾ പ്രതികരണമായി ഇതൊക്കെ തന്നെയാണ് കേട്ടത്. ആരാരെയും വിളിച്ചിട്ട് ഫോൺ കിട്ടുന്നില്ല. ഓമനയ്ക്ക് ആകെ വെപ്രാളമായി, പേടിയായി. പിന്നെയും ആദ്യം വിളിച്ചു നോക്കി. ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഓമനയ്ക്ക് നളിനി പറഞ്ഞ വാക്കുകൾ തന്റെ ചെവിയിൽ തുടർച്ചയായി ഒരു ഇടിമിന്നൽ പോലെ കേട്ടുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നി. ഓമന പേടി കൊണ്ട് എന്തും ചെയ്യുമെന്നറിയാതെ നിന്നു. താൻ നന്നായി വിയർക്കുന്നത് ഓമന അറിഞ്ഞു. അവർ എ സി ടെമ്പറേച്ചർ കുറച്ചു. എന്നാൽ എ സിയിൽ നിന്ന് വരുന്ന തണുപ്പൊന്നും ഓമനയുടെ മനസ്സിന്റെ ചൂടിന് തണുപ്പിക്കാൻ സാധിച്ചില്ല. അവർ പെട്ടെന്ന് തന്റെ പെൺമക്കളെ വിളിച്ചു. ഹലോ അമ്മേ. മോളെ വേണി, നിങ്ങൾ എവിടെ എത്തി? ഞങ്ങൾ തറവാട്ടിൽ എത്താറായി അമ്മേ. ഇനിയൊരു 20 മിനിറ്റ്, അതിനുള്ളിൽ ഞങ്ങൾ എത്തും. അമ്മയുടെ ശബ്ദത്തിന് എന്ത് പറ്റി? വേണി ചോദിച്ചപ്പോൾ ഇവിടെ വന്ന് അവരോട് പറയാനുള്ള ക്ഷമയില്ലാതെ നടന്ന കാര്യങ്ങൾ ഓമന ചുരുക്കി പറഞ്ഞു. അമ്മ അവരുടെയൊക്കെ വാക്ക് കേട്ട് അമ്മാവനെ അവരെ ഒന്നും സംശയിക്കാൻ നിൽക്കരുത്. ഇന്നലെ രാത്രി കൂടി പല്ലവി ഞങ്ങളെ കാണാൻ വന്നതേ ഉള്ളൂ. കുറച്ചു മുന്നേ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോലും അവളുടെ ഫോൺ കോൾ വന്നു. ആണോ? അത് കേട്ടപ്പോഴാണ് ഓമനയ്ക്ക് സമാധാനമായത്. അമ്മാവന്റെയും അമ്മായിയുടെയും ഫോണുകൾ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് കിട്ടാത്തതായിരിക്കും. എനിക്കൊരു സമാധാനവുമില്ല മക്കളെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് വാ. ദാ അമ്മേ, 10 മിനിറ്റ്, ഞങ്ങൾ ഇപ്പൊ എത്തും. ഓക്കെ. ഓമന വേണിയുടെയും വീണയുടെയും വരവിനെ അക്ഷമയായി കാത്തിരുന്നു. സമയം പതുക്കെ നീങ്ങി. വേണിയും വീണയും ഓമനയുടെ മുറിയിലെത്തി. അമ്മേ, നിങ്ങൾ എത്തിയോ? ഓമന ഓടിച്ചെന്ന് വേണിയുടെയും വീണയുടെയും കൈ പിടിച്ചു. അമ്മ എന്തിനാ ഇത്രയും ടെൻഷൻ അടിക്കുന്നേ? വീണ ഓമനയുടെ മുഖത്തെ പേടിയും പരിഭ്രമവും കണ്ടു ചോദിച്ചു. അമ്മയ്ക്ക് നല്ല പേടിയുണ്ട് മക്കളെ. ഞങ്ങൾ വിളിച്ചപ്പോ പറഞ്ഞതല്ലേ പേടിക്കാൻ ഒന്നുമില്ല എന്ന്. പിന്നെ എന്തിനാ വെറുതെ ഓരോന്നാലോചിച്ച് ടെൻഷൻ ആകുന്നേ? നിങ്ങൾ വിളിച്ചപ്പോൾ ഒരു ആശ്വാസമായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് ഒരുപാട് ഫോൺ കോൾസ് വന്നു. എല്ലാവരെയും ഇതേ കാര്യത്തെപ്പറ്റി ചോദിക്കാനാ വിളിക്കണേ. എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. എന്തോ അമ്മയ്ക്ക് പേടിയാവുന്നു. എങ്ങാനും കേട്ടത് സത്യമാണെങ്കിൽ അതോടെ തീർന്നു നമ്മുടെയൊക്കെ ജീവിതം. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ഇത്രയും കാലം നമ്മൾ പണത്തിന്റെയും അവരുടെയൊക്കെ പിൻബലത്തിൽ നിന്നുകൊണ്ട് ചെയ്തു കൂട്ടിയതിനൊക്കെ കണക്ക് പറഞ്ഞ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അയ്യോ, എനിക്കത് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല. ഓമന പേടികൊണ്ട് വിളറി വെളുത്ത് പറഞ്ഞു. അമ്മ ഒന്ന് ചുമ്മാതിരിക്കോ, ഞങ്ങളെ കൂടി പേടിപ്പിക്കാൻ. വേണി ഓമനയുടെ അടുത്തിരുന്നു കൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു. പെട്ടെന്നാണ് വീണയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. ആരാ? നമിതയാ വിളിക്കുന്നേ. അവളെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നേ? ആവും, എനിക്കെങ്ങനെ അറിയാം? അവൾക്ക് വിളിക്കാൻ കണ്ട സമയം. വീണ ഈശോയുടെ ഫോൺ കട്ടാക്കി. അതാരാ? നമിത. ഞങ്ങളുടെയും പല്ലവിയുടെയും ഫ്രണ്ടാണ് നമ്മെ. വീണ്ടും വീണയുടെ ഫോണിലേക്ക് കോൾ വന്നു. ഓ, ഒന്ന് എടുത്തു തുലക്കി, വേണി ഉച്ചത്തിൽ പറഞ്ഞു. ഹലോ നമിത, നീ എന്തിനാ ഇപ്പോൾ വിളിച്ചേ? വീണ കുറച്ച് നീരസത്തോടെ അവളോട് ചോദിച്ചു. നോ, ആരാ നിന്നോട് ഇമ്മാതിരി കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞത്? എന്നാൽ മറുഭാഗത്ത് നിന്ന് കേട്ട വാർത്ത വീണയെ മൊത്തത്തിൽ ഉലച്ചു കളഞ്ഞു. വീണ ഫോൺ കട്ടാക്കി വേണയെ ഓമനയെ നോക്കി. വീണ ഫോൺ പിടിച്ചു നിൽക്കുന്നത് കണ്ട് അവർക്കൊരു പന്തികേട് തോന്നി. എന്താടി? വീണ ആ ചോദ്യം കേട്ടില്ല. കേട്ട വാർത്തയിൽ നിന്നും അവൾ ഇപ്പോഴും മോചിതയായിട്ടില്ലായിരുന്നു. ഡി, നിന്നോടാ ചോദിച്ചേ. കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാതെ എന്താടി അവൾ പറഞ്ഞേ? പെട്ടെന്ന് വീണ ഞെട്ടി അവരെ നോക്കി പറഞ്ഞു. ആദ്യേട്ടന്റെ.
ആദ്യേട്ടന്റെ വേണി മുഴുവക്കാനായി ചോദിച്ചു. ആദ്യേട്ടന്റെയും പല്ലവിയുടെയും വിവാഹം കഴിഞ്ഞു. കേട്ട വാർത്ത വിശ്വസിക്കാൻ സാധിക്കാതെ ഓമനയും വേണി ഞെട്ടി എഴുന്നേറ്റു. നീ എന്താ പറഞ്ഞേ? ഓമന താൻ കേട്ടത് എന്താണെന്നറിയാൻ ഒന്നുകൂടി ചോദിച്ചു. ആദ്യേട്ടന് പല്ലവിയുടെയും വിവാഹം കഴിഞ്ഞു. വേണിയുടെ ഫോണിലേക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. വീണ ആ വാട്സപ്പ് ഓപ്പണാക്കി വേണിക്കും ഓമനയ്ക്കും കാണിച്ചു കൊടുത്തു. ബാംഗ്ലൂരിൽ ഒരു അമ്പലത്തിൽ വിവാഹവേഷത്തിൽ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി നിൽക്കുന്ന പല്ലവി, ഒപ്പം വരനായി ആദിയും. കഴുത്തിൽ താലിമാലയും ചാർത്തി നെറ്റിയിലെ സിന്ദൂരം തൊട്ട് നിറച്ചിരിയോടെ ആദിയുടെ അടുത്ത് ചേർന്ന് നിൽക്കുന്ന പല്ലവി. അടുത്ത ചിത്രത്തിൽ ആദിയുടെയും പല്ലവിയുടെയും അപ്പുറത്തും ഇപ്പുറത്തുമായി ചിരിയോടെ നിൽക്കുന്ന ശ്രീധരനും സുജാതയും. 4 ദിവസം മുന്നേ വിവാഹമായിരുന്നു. ഇന്ന് കുറച്ചു മുമ്പ് അവളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അവൾ തന്നെ ഇട്ട പോസ്റ്റാണ്. വീണ പറഞ്ഞതും ഓമനയുടെ മനസ്സിൽ അത്രയും നേരം ഉണ്ടായിരുന്ന പേടി ഉഗ്ര രൂപത്തിൽ പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. ചതി. ഇത്രയും കാലം കൂടെ നിന്ന് ചതിച്ചു. വീണയും പകപ്പ് മാറാതെ പരസ്പരം നോക്കി. ഓമന തകർന്നിരുന്നു. താഴെ വണ്ടികളുടെ സൗണ്ട് കേട്ടാണ് വേണയും ജനലിൽ കൂടെ നോക്കിയത്. കാറിൽ നിന്ന് ഇറങ്ങുന്ന സരോജനയും ഗിരിജയും, അഭിരാമിയും ഇന്ദു, അഭിയും ഇന്ദ്രജിത്തും. അവരെ കണ്ടതും ഓമനയും മക്കളും പേടിച്ചു വിറച്ചു. ഇനി നടക്കാൻ പോകുന്നതിനെ പറ്റി അവർക്കൊന്നും ചിന്തിക്കാൻ പോലും സാധിച്ചില്ല. അമ്മേ, എടി വീണേ. ജിത്തുവിന്റെ അലർച്ച കേട്ടാണ് ഓമനയും മക്കളും പേടിയോടെ ഞെട്ടലിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അച്ഛമ്മേ, എവിടെയാ അവര്? അത് തന്നെയാണ് ജിത്തു ഞങ്ങളും ചോദിച്ചത് അമ്മയോട്. സരോജിനി ജിത്തുവിനോട് പറഞ്ഞു. നിങ്ങളായി താഴേക്ക് ഇറങ്ങി വരുന്നോ അത് ഞാനായിട്ട് അങ്ങോട്ട് വരുന്നോ? ജിത്തുവിന്റെ അലർച്ച കേട്ടപ്പോൾ അമ്മയും മക്കളും പേടിച്ച് താഴേക്ക് ഇറങ്ങി. ദേ വന്നല്ലോ കോടീശ്വരികൾ, ഗിരിജ പുച്ഛത്തോടെ പറഞ്ഞു. ജിത്തു ദേഷ്യത്തോടെ തന്റെ അമ്മയുടെ അനിയത്തിമാരുടെ അടുത്ത് പോയി. മോനെ, സത്യമായിട്ട് ഞങ്ങൾക്ക് ഇതിലൊരു പങ്കുമില്ല. ഞങ്ങളെ ചതിച്ചതാ. അച്ഛന്റെയും നിങ്ങളുടെ ഒപ്പം എങ്ങനെ അതിൽ വന്നു? എങ്ങനെയാ ഡോക്യുമെന്റ് അവരുടെ കയ്യിലെത്തി? അയ്യോ മോനെ, സത്യമായിട്ട് അതെങ്ങനെ വന്നു ഞങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തുവെന്ന് അച്ഛനോട് പറഞ്ഞതോ? അത് ആദ്യം ഇവിടെ വന്നപ്പോൾ ഒപ്പിട്ട് കൊടുത്തതാണെന്ന് പറയാനുള്ള ധൈര്യം ഓമനയ്ക്ക് ഉണ്ടായിരുന്നില്ല. അത് അച്ഛൻ പെട്ടെന്ന് ജയിക്കാൻ വേണ്ടി പറഞ്ഞതാ. നിങ്ങൾ രക്ഷപ്പെടാൻ നോക്കണ്ട. എന്തൊക്കെ കളങ്ങ പറഞ്ഞാലും അതൊന്നും ഇവിടെ വിലപ്പോകില്ല. ആദ്യം കൊണ്ടുവന്ന പേപ്പർ ഒപ്പിട്ട് കൊടുത്തതാ ജിത്തുവേട്ടാ. പെട്ടെന്ന് ചന്തു പറഞ്ഞു കേട്ട് ഓമനയെ എല്ലാവരും ഞെട്ടി. കഷ്ടിച്ച് 1 മാസത്തിന് മുമ്പ് ഇവിടെ എന്റെ ഏട്ടൻ എന്ന് പറയുന്ന ആകാശ് വന്നിരുന്നു. അന്ന് ഇവിടെ അച്ഛമ്മയും അമ്മയും ഒന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും കൂടി അമ്പലത്തിൽ തൊഴാൻ പോയിരിക്കുകയായിരുന്നു. കോളേജിൽ നിന്ന് വന്ന് ഞാൻ കാണുന്നത് ആകാശ് കയ്യിലിരിക്കുന്ന ഫയൽ ഓമന വല്യമ്മയ്ക്ക് നേരെ കൊടുക്കുന്നതും അതിൽ ഒപ്പിട്ട് കൊടുക്കുന്നതുമാണ്. പിന്നെ ഓമന വല്യമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ എടുത്ത് കൊടുക്കുന്നതും കണ്ടു. അത്ര നേരം ചിരിച്ചു കളിച്ച് നിന്നവർ എന്നെ കണ്ടതും പെട്ടെന്ന് നിർത്തി. ഇവിടെ നിന്ന് പോയി ഓമന വല്യമ്മയോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് വല്യമ്മയുടെ ഏട്ടൻ എന്തോ അത്യാവശ്യത്തിന് വേണ്ടി കൊടുത്തുവിട്ട ഫയലാണ്, അതിൽ വല്യമ്മയുടെ ഒപ്പ് ആവശ്യമാണെന്നും പറഞ്ഞു. അവൻ എന്തിനാ ഇവിടെ വന്നത്? സത്യം പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാന്ന് നോക്കില്ല. അത്രയും പിടിവിട്ട് നിൽക്കുന്ന അവസ്ഥയില്ല. സത്യം പോലെ പറഞ്ഞില്ലെങ്കിൽ എല്ലാത്തിനും ഞാൻ ചുട്ടുകൊല്ലും. പറയാൻ ചിത്തു അലറി. ഇനിയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ മകൻ തങ്ങളെ വെറുതെ വിടില്ലെന്ന് ഓമനയ്ക്ക് ബോധ്യമായി. അത് അച്ഛൻ പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അമ്മാവൻ ഇങ്ങനെ ഒരു ഐഡിയ പറഞ്ഞത്. കമ്പനി എന്റെയും വീണയുടെയും അമ്മയുടെയും അച്ഛന്റെയും പേരിലായതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചാലും ഈ പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന്. അമ്മാവൻ തരുന്ന എഗ്രിമെന്റ് ഞങ്ങളുടെ 3 പേരുടെ ഒപ്പം പിന്നെ അച്ഛന്റെ ഒപ്പം മതിയത്രേ. അമ്മാവൻ തുടങ്ങാൻ പോകുന്ന പുതിയ പാർട്ട്ണർഷിപ്പിൽ അച്ഛനും പാർട്ട്ണർ ആവാതെ വേറെ വഴിയില്ലത്രേ. ഈ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ലാഭം 1 വർഷം 100 കോടി വരുമാനമുണ്ടാവും ഞങ്ങളോട് പറഞ്ഞു. അതുകൊണ്ട് ആദ്യമായിട്ടും ബാംഗ്ലൂരിൽ വന്നപ്പോൾ ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. അപ്പോ നീയൊക്കെ അവരുടെ ഒപ്പം ചേർന്ന് ജനിപ്പിച്ച തന്തയെ ചതിച്ചു അല്ലേടി? വേണയെ നോക്കി ജിത്തു അലറി. എന്നിട്ട് എവിടെ ഈ പറഞ്ഞ അമ്മാവൻ? എവിടെയാണ് നിന്റെ ആദ്യേട്ടൻ? നിങ്ങളെ എനിക്ക് വേണ്ടി കണ്ടുപിടിച്ചവളുമായി അവൻ കെട്ടിപ്പോയി അല്ലേടി? ജിത്തു പുച്ഛത്തോടെ പറഞ്ഞു. ആദിയുടെയും പല്ലവിയുടെയും വിവാഹം കഴിഞ്ഞോ? അഭി ചോദിച്ചു. 4 ദിവസം മുന്നേ. എന്നിട്ട് ഇപ്പോഴാണ് ഇവർ അറിയുന്നത്. ജിത്തു പുച്ഛത്തോടെ പറഞ്ഞു. അപ്പോൾ അവൻ കൂടി ചേർന്നാണോ ഹരിയമ്മാവനെ ചതിച്ചത്? ഇന്ദ്രൻ ദേഷ്യത്തോടെ ചോദിച്ചു. അവൻ എന്റെ അച്ഛനെ മാത്രമല്ലല്ലോ, സ്വന്തം തന്തയെ കൂടി ചതിച്ചിട്ടാ പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ സരോജിനി അറിയാതെ ചോദിച്ചു. ജിത്തു കാര്യങ്ങൾ മുഴുവൻ നീ പറ, നളിനി ക്ഷമയില്ലാതെ ചോദിച്ചു. ഫോൺ വിളികൾ വരാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ശ്രീധരനെ അന്വേഷിച്ചിറങ്ങിയതാണ്. അവസാനം കിട്ടിയത് അയാളുടെ ലീഗൽ അഡ്വക്കേറ്റിനെ. 2 പൊട്ടിച്ചിട്ടാണെങ്കിലും ശരി അയാളെ കൊണ്ട് സത്യം മുഴുവൻ പറയിപ്പിച്ചു. എന്റെ അച്ഛനെ അയാളും ചെറിയച്ഛനും ഭാർഗവനും ചേർന്ന് ഒരുമിച്ച് ചതിക്കാനായിരുന്നു പ്ലാൻ. അച്ഛൻ പാർട്ട്ണർഷിപ്പ് തുടരില്ല എന്ന് മനസ്സിലായപ്പോ അവര് കാണിച്ച ചതി. അച്ഛന്റെ ഒരാളുടെ വിയർപ്പ് കൊണ്ടാണല്ലോ ആ കമ്പനി മുന്നോട്ട് പോകുന്നത്. അച്ഛനില്ലെങ്കിൽ ആ കമ്പനി ഇൻവെസ്റ്റ് ചെയ്ത പലരും പിൻവാങ്ങും എന്ന് കണ്ടപ്പോൾ അച്ഛനോട് പകരം വീട്ടിയതാ. ഇതിന്റെ പിന്നിലെ എല്ലാം ആ ശ്രീധരന്റെ ബുദ്ധിയായിരുന്നു. ആദ്യം അയാളെ എല്ലാവരോടും പറഞ്ഞത് അച്ഛനെ ചതിച്ച് അച്ഛന്റെ സ്വത്തുക്കൾ കൈക്കലാക്കാനായിരുന്നു. അത് കഴിഞ്ഞ് അയാൾ ഭാർഗവന്റെ അടുത്ത് പോയി. അച്ഛനോട് മാത്രം പ്രതികാരം ചെയ്താൽ പോരാ, അച്ഛമ്മയുടെ മകനായ ചെറിയച്ഛനോട് പ്രതികാരം ചെയ്താൽ ജയിക്കുമെന്ന്. ചെറിയച്ഛനും ഇതേപോലെ ചതിച്ചു. കൂടെ നിന്ന് ചതിച്ച് അതും സ്വന്തം മകനായ ആദ്യ കൂട്ടുപിടിച്ച്. അത് കേട്ടപ്പോൾ ഭാനുവിന് എന്തോ പുച്ഛമാണ് തോന്നിയത്. മകനാണെന്ന് എല്ലാം പറഞ്ഞ് തലയെ കൊണ്ട് നടന്ന അയാളാണ് ഇപ്പോൾ ആ മകൻ തന്നെ അയാളെ ചതിച്ചിരിക്കുന്നു.
കൂടെ നിന്ന് എല്ലാവരെയും ചതിക്കാൻ പറഞ്ഞ് അതിഗംഭീരമായി ഭാർഗവനെ ചതിച്ചിട്ട് അയാളുടെ സ്വത്തും കൊണ്ട് ശ്രീധരൻ ഭാര്യയും മകളെയും മരുമകനെയും കൊണ്ട് നാട് വിട്ടു. എന്താ, നാട് വിട്ടുന്നോ? ഓമന അറിയാതെ ചോദിച്ചു. അതെ, പുന്നാരേട്ടൻ പെങ്ങളെയും ചതിച്ച് കുടുംബവുമായി വിദേശത്തേക്ക് കടന്നു. സിംഗപ്പൂരിലേക്കും അവിടെയും ഇപ്പം പുതിയ ബിസിനസ്. ചതിച്ചോ എന്റെ ദേവിയെ? ഓമന പൊട്ടിക്കരയാൻ തുടങ്ങി. അത് കണ്ട് സരോജനയും ഗിരിജയും പരിഹസിച്ചിരിച്ചു. ബാക്കിയുള്ളവർക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പെട്ടെന്ന് ജിത്തുവിന്റെ ഫോൺ ബെല്ലടിച്ചു. ഹലോ, എന്താ, അച്ഛനെ കാണാനില്ലെന്നോ? ജിത്തുവിന്റെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം എല്ലാവരും ഞെട്ടി.